വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. അപ്പോൾ നമുക്ക് കുട്ടി കളറിലെ ഒരു ഹോബിയാണ്, പല ഡിസൈൻ വരെ ചെയ്യാം. അപ്പോൾ ഇതിലൂടെ നമുക്ക് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഹോം ഡെക്കർ ക്രാഫ്റ്റ് ഹാക്സ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ വീടൊക്കെ നല്ല അടിപൊളിയാക്കാൻ ആണ്. പിന്നെ കുറെ പേര് ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടില് ബോറടിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർക്കൊക്കെ ചെയ്തു നോക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ അവൈലബിൾ തിങ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഹാക്സ് ആണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണത്. പിന്നെ നമ്മുടെ കുറെ കുട്ടി സബ്സ്ക്രൈബേഴ്സിന്റെ അവർക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ മുടങ്ങാതെ കാണാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹാക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. അതിന്റെ പിക്സ് ഒക്കെ എനിക്ക് അയച്ചു തരാം. പിന്നെന്താ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തോളാം. അപ്പൊ നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെന്താ, അപ്പൊ നമുക്ക് അധികം സമയങ്ങളുണ്ട. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ചെറിയ ബുക്ക് ഷെൽഫാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇവര് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഒരു കാർഡ്ബോർഡ് ഡയഗണലായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അത് പ്രസന്റേഷൻ കവർ അല്ലെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് റാപ്പർ യൂസ് ചെയ്തിട്ട് അത് നല്ലോണം ഭംഗിയാക്കാണ്. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹാക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമുക്കിത് വർക്ക്ഔട്ട് ആവുമെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മുടെ ബുക്ക് ഷെൽഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ നമുക്ക് ബുക്ക് ഷെൽഫ് ഒന്നും അങ്ങനെ എടുത്ത് നടക്കാൻ പറ്റില്ല, കയ്യിൽ പിടിച്ച് നടക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു ബുക്ക് ഷെൽഫ് നമുക്ക് കയ്യിൽ പിടിച്ച് നടക്കാം, എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. അപ്പൊ ഇതൊരു പോർട്ടബിൾ ബുക്ക് ഷെൽഫാണ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഒരു കാർഡ്ബോർഡ് ഞാൻ സർഫ് എക്സലിന്റെ ബോക്സ് ആണ് കട്ട് ചെയ്തത്. ചെറിയൊരു ബോക്സ് ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബോക്സ് ഡയഗണലായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേപ്ലർ വെച്ചിട്ടാണ് ഞാനിത് ജോയിൻ ചെയ്തത്. പിന്നെ അത് കട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഹെൽപ്പോട് കൂടി ചെയ്യാം. കാരണം കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മാത്രം. പിന്നെന്താ, അപ്പൊ ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പൊ ഇതൊരു സക്സസ്ഫുൾ ഹാക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഇത് എവിടെയെങ്കിലും വെച്ചാൽ മതി, അത്യാവശ്യം ഉറപ്പൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിതിന്റെ ബുക്ക് വെച്ചിട്ട് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ബുക്ക് വെക്കുമ്പോ. ഇപ്പൊ നമ്മൾ 2 ക്യാബിനായിട്ടാണ് വെച്ചേക്കുന്നത്. നമുക്ക് എത്ര ക്യാബിൻസ് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ കാർഡ്ബോർഡ് അനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം നമുക്കിത് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. വളരെ എന്താ പറയാ, ചെലവ് കുറഞ്ഞ വളരെ ഭംഗിയുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഹാക്കാണ്. അപ്പൊ ഈ ഒരു ഹാക്കിന് നമുക്ക് 10ൽ 10 മാർക്കും കൊടുക്കാം. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ കുട്ടികൾക്കായാലും അതുപോലെ ഓഫീസ് യൂസിനായാലും ഇത് വളരെ നല്ലതാണ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. ഈ ഒരു ഹാക്കിൽ ഇവര് ഒരു അടിപൊളി വാൾ ഡെക്കറാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഒരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പൊ ഇത് കണ്ടാൽ തന്നെ നല്ലൊരു സൂപ്പർ ലുക്കാണ് കേട്ടോ അതിന്. അപ്പൊ ഇതൊരു ചാർട്ടിലാണ് ഇവർ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിൽ ചെയ്യാം നമുക്ക്. അതിനുശേഷം നടുവിലൊരു മിറർ വെച്ചേക്കാണ് റൗണ്ട് ഷേപ്പില്. അതിന് ചുറ്റും നമ്മുടെ ടാബ്ലറ്റ് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുളികളുടെ ഒക്കെ കവറാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഗുളികയുടെ കവറൊക്കെ അത്യാവശ്യം ഇപ്പൊ എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കും. പിന്നെ അതിന് ശേഷം ആ ഗുളികയുടെ തന്നെ സൈഡ് ഭാഗം ഇല്ല, സിൽവർ കളറുള്ളത്, അത് കട്ട് ചെയ്തിട്ടാണ് അവർ ആ ചുറ്റും വെച്ചേക്കുന്നത്. അപ്പൊ ഇത് വർക്കൗട്ട് ആവുമോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. Samurai sword on my back. You don't know how to act. Maybe you should. നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇത് വാളിലൊക്കെ വെച്ച സൂപ്പർ ആയിരിക്കും. ഇതിപ്പോ അകലെന്നൊക്കെ കണ്ട ഗുളികയുടെ കവറുകൊണ്ട് ചെയ്താന്നൊന്നും ആരും പറയില്ല. അത്രയും രസമായിട്ടുണ്ട് സംഭവം. പിന്നെ ചെയ്യാൻ നല്ല ഈസിയാണ്. ഈ ഗുളികയുടെ ഈ കവർ കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള. ഇതിപ്പോ പാറൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് തന്നത്. പിന്നെ നമുക്ക് മിറർ ഉണ്ടായിരുന്നില്ല. അപ്പൊ മിററിന് പകരം നമ്മൾ എന്ത് ചെയ്തു, അലുമിനിയം ഫോയിൽ ഇല്ലേ, ഭയങ്കരമായ ആള്,
അലുമിനിയം ഫോയിൽ നടുവിൽ വെച്ചിട്ട്. അപ്പം ചെറിയൊരു ചുളിവ് പോലെ തോന്നി. അപ്പം അതിന്റെ മുകളിൽ ഞാൻ എൻ്റെ കയ്യിൽ ഒരു സെല്ലോ ടൈപ്പ് ഉണ്ടായിരുന്നു, ഇങ്ങനെ തിളങ്ങുന്ന ടൈപ്പ്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പൊ നല്ല അടിപൊളിയായി. പിന്നെന്താ, നമ്മൾക്ക് ഇത് ചുറ്റുമായിട്ട് നമ്മൾ ആ സ്ട്രിപ്പാണ് കേട്ടോ, എന്ന് വെച്ചാൽ ആ ഗുളികയുടെ സൈഡിലുണ്ടാവുന്ന സിൽവർ കളറിലുള്ള ആ പോർഷനാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാൻ. അപ്പൊ 2 ചാർട്ട് വെച്ചിട്ട് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പല കളേഴ്സിൽ ഇത് ചെയ്യാം. നല്ല രസമായിരിക്കും. ചുമരുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഈ പുറത്തുനിന്നൊക്കെ മേടിക്കില്ലേ ആ ഒരു സ്റ്റൈലിലെ ആൾക്കാർ വിചാരിക്കുള്ളൂ. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ. വളരെ ഈസിയാണ്. നമുക്ക് ഇതിന് 10ൽ 10 മാർക്ക് കൊടുക്കാം. ഇത്ര സൂപ്പർ ആയിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലൊക്കെ ഹാങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റാൻഡാണ് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ ക്യൂടെക്സ്, ലിപ്സ്റ്റിക്ക്, അതുപോലെ എന്താ പറയാ ഫൗണ്ടേഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അപ്പൊ ഒരു സ്ട്രോ ഇങ്ങനെ ആദ്യം ഇങ്ങനെ നേരെ വെക്കണം, പിന്നെ ഇങ്ങനെ അടിയിലേക്ക് വെക്കണം. അങ്ങനെ ഒരു 6 ലെയർ ഒരു വെക്കുകയാണ്. പശ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ അതൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡായിട്ട് നമുക്ക് കിട്ടാണ്. അപ്പൊ ഇത് വർക്കൗട്ട് ആവുമോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തരാം. സ്റ്റാൻഡ് കണ്ടത് കയ്യിലൊക്കെ പിടിച്ചാലൊക്കെ നല്ല ഈസി ആയിട്ട് പിടിക്കാട്ടാ. പിന്നെ നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അപ്പൊ ഞാനിത് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഗം എന്ന് പറയുന്നത് ഫെവി ബോണ്ടാണ്. അപ്പൊ അത് നല്ല എന്താ പറയാ വെച്ച വഴിക്കുന്ന വേഗം ഒട്ടും. നമ്മൾ ഫെവിക്കോള് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടാൻ കുറച്ച് സമയം എടുക്കും തോന്നുന്നു, കാരണം പ്ലാസ്റ്റിക് ആയ കാരണം. അപ്പൊ നിങ്ങൾ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫെവി ബോണ്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതൊരു 6 ലെയർ വെച്ചിട്ടുണ്ട് കേട്ടോ, താഴത്തേക്ക് സൈഡിലേക്കും ഇങ്ങോട്ടൊക്കെ ആയിട്ട് 6 ലെയറാണ് വെച്ചേക്കുന്നത്. അതുപോലെ അത്യാവശ്യം നല്ലോണം സ്ഥലമുണ്ട്, കയ്യിൽ പിടിക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആണ്, സ്റ്റേബിൾ ആണ്. അപ്പൊ നമുക്കിനി ഇത് സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതൊരു അടിപൊളി ഹാക്കാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ നമ്മൾ ഒരു എന്താ പറയാ ഒരു ലെയർ കുറച്ച് വലിപ്പത്തിലാണ് ചെയ്യണത്. അപ്പൊ ആ ഒരു ലെയർ നിങ്ങൾ ഒന്ന് വെച്ച് നോക്കാം. നിങ്ങളുടെ കയ്യിൽ കോമ്പാക്ട് പൗഡറാ ഏറ്റവും വലിയ സാധനം എന്താ വെച്ചാൽ ഒന്ന് വെച്ച് നോക്കാം. അതിന് ശേഷം നമ്മൾ ആ സ്ട്രോ അറേഞ്ച് ചെയ്യാം. ഇതിപ്പോ എനിക്ക് ഒരല്പം ചെറുതായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ക്യൂടെക്സ് അതുപോലത്തെ ചെറിയ സാധനങ്ങൾ വെക്കാനൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ ഇതൊരു അടിപൊളി ഹാക്കാണ്. അപ്പൊ ഇത് നമുക്ക് 10ൽ 10 മാർക്ക് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ് ചെയ്യാൻ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്, നിസ്സാരം. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ കുപ്പി കളർ അടിക്കല് ഒരു ഹോബിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഡിസൈനിലൊക്കെ ചെയ്യാം. അപ്പൊ ഇവരിവിടെ കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എങ്ങനെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാന്നാണ് കാണിക്കുന്നത്. അപ്പൊ ആദ്യം ഒരു കുപ്പി എടുത്തേക്കാണ്, അതിന് ചുറ്റും ഒരു ടേപ്പ് ഒട്ടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ പെയിന്റ് അടിക്കുകയാണ്. അതിന് ശേഷം ആ ടേപ്പ് എടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഡിസൈനിൽ വരെയാണ്. അപ്പൊ ഇത് വർക്കൗട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെയാണ് നമ്മളിന്ന് എല്ലാ കുപ്പിയും വെച്ച് അടിച്ച് പൊളിക്കാൻ പോവാണ്. അതുപോലെ കഷായൊക്കെ മേടിക്കുന്ന ആയുർവേദ മരുന്ന് കടന്നൊക്കെ ഇടില്ലേ, അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ചില്ലിന്റെ ഉണ്ടെങ്കിൽ നമുക്ക് ചില്ലിന്റെ തന്നെ എടുക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല. അതിൽ ആദ്യം നമ്മൾ ഇങ്ങനെ സ്റ്റാർ ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം അതിൽ ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് പെയിന്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്ത്. ബ്രഷ് വെച്ചപ്പോൾ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വന്നില്ല. അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്തപ്പോൾ ഒരു മാറ്റ് ഫിനിഷും കിട്ടി.
അതിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മുടെ സ്റ്റാർ നമ്മൾ എടുക്കാണ്. അപ്പൊ നല്ല ആ ഭാഗത്ത് മാത്രം പെയിന്റ് ഉണ്ടാവില്ല. ആ ടേപ്പ് ചെയ്ത അതേ മെത്തേഡ് തന്നെ. അത് വളരെ സിമ്പിളായ കാര്യം ഞാൻ കുറച്ച് ടഫായിട്ട് ചെയ്തതാണ്. അപ്പൊ ഇത് വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ തന്നെ കാണിക്കേണ്ട ഈ ഒരു ഡിസൈൻ അവര്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെ വെറൈറ്റി ഒക്കെ നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടയുടെ ഉള്ളിൽ നിങ്ങളുടെ തൊണ്ടേ കയറി. വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു ഹാക്ക് നമുക്ക് 10 മാർക്ക് കൊടുക്കാൻ, ചെയ്യാനും വളരെ ഈസിയാണ്, എന്നാൽ കാണാൻ നല്ല ലുക്കാണ്. ലൈറ്റിന്റെ പ്രശ്നമാണ്. ഇത് നല്ല കണ്ടാ തിളക്കം കണ്ട, ഇതിങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഹാക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തേക്കാണ് ഇവര്. അതിനുശേഷം അതിലൊരു CD കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചേക്കാണ്. അപ്പൊ അത് കാണാൻ നല്ല രസമായിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് ആണ്. പിന്നെ ഇപ്പൊ നമ്മളുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ CD-കൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന DVD പ്ലേയേഴ്സും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്ത കാരണം അത് ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വേസ്റ്റ് ആക്കണ്ട. അതിന് ശേഷം ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു ഹാക്ക് വർക്ക്ഔട്ട് ആവും. നമുക്കിത് ടെസ്റ്റ് ചെയ്ത് അപ്പൊ ഇതാണ് നമ്മുടെ CD യൂസ് ചെയ്തിട്ടുള്ള വാൾ ഹാങ്ങിങ്. എന്താ പറയാ, സൂപ്പർ എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയായിട്ടുണ്ട് കാണാൻ. എന്താ പറയാ, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാലേ ഇതൊക്കെ ഇങ്ങനെ വാളിൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തിളങ്ങണ കിടന്നിട്ട് അത്രയും സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് എന്താ പറയാ, ഇപ്പൊ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവം ഇതാണ്. എന്നാ അത്രയും രസമായിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവെന്ന് വിചാരിച്ച, കാരണം CD ഒക്കെ കട്ട് ചെയ്യണം. അപ്പൊ ഇത് CD കട്ട് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഈ കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ കൈ മുറിയാണ്ട് നോക്കണം കുട്ടികൾ കേട്ടോ. അത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ള. എന്റെ കൈയൊന്നും മുറിഞ്ഞിട്ടില്ല, അത് തന്നെ രക്ഷപ്പെട്ടു. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളാണ് ആദ്യം അപ്ലൈ ചെയ്തത്. അതിന് ശേഷം ഒട്ടിച്ചത്. പക്ഷെ ഈ എഡ്ജിലില്ലേ, ഈ ഒരു ഭാഗത്തൊക്കെ ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫെവിക്കോള്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഫെവി ബോണ്ട് തന്നെ യൂസ് ചെയ്തു. അപ്പൊ കറക്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവണ ഒരു പച്ച പ്ലേറ്റ്, നമ്മൾ പണ്ട് ഇല പോലത്തെ പ്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പ്ലേറ്റ് കിട്ടിയത്, പ്ലാസ്റ്റിക്കിന്റെ. അപ്പൊ ഇങ്ങനത്തെ പ്ലേറ്റ് ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂസ് ചെയ്യാത്ത പ്ലേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോളൂ. ഇനിയിപ്പോ അതപ്പോ യൂസ് ചെയ്യുന്ന പ്ലേറ്റ് ആയാലും നമുക്ക് ഇതൊരു അടിപൊളി ഡെക്കറായ കാരണം നമ്മൾ വേണമെങ്കിൽ യൂസ് ചെയ്തോളൂ. ഇത് പ്ലാസ്റ്റിക് പ്ലേറ്റ് ആണ്. അപ്പൊ നമുക്ക് പ്ലാസ്റ്റിക് പ്ലേറ്റ്സ് ഒക്കെ പഴയത് എങ്ങനെ റീയൂസ് ചെയ്യാന്നുള്ളതും കൂടിയാണ് ഇതിൽ കാണിച്ചു തന്നെ. കണ്ടോ, സൂപ്പർ ആയില്ലേ? ആഹാ, അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 10 മാർക്ക് കൊടുക്കാം നമുക്ക് ഈ ഒരു വാൾ ഡെക്കറിന്. അപ്പൊ എന്താ, അപ്പൊ നമ്മുടെ ഇന്നത്തെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ എല്ലാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, വണ്ടർഫുൾ ആയിരുന്നു, അതുപോലെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെന്താ പറയാനുള്ളത്, നമ്മുടെ ഹാക്സ് ഒക്കെ എന്ന് വെച്ചാൽ കുറെ പേര് എന്റെ അടുത്ത് ഇങ്ങനെ ഹോം ഡെക്കർ ക്രാഫ്റ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയുള്ള കുറച്ച് ഹാക്സ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്, ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പൊ അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് 10 മാർക്ക് നമുക്ക് കിട്ടിയേക്കണം. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോളൂ. പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഇതേപോലത്തെ ഹാക്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ കുട്ടീസ് ഉണ്ടല്ലോ, അവർക്ക് എന്താ പറയുക, നമ്മുടെ വീഡിയോസ് ഒക്കെ ഫുള്ളി ഇരുന്ന് കാണുന്നതിന്, അതുപോലെ നമ്മുടെ നന്നായി സപ്പോർട്ട് ചെയ്യണതിന് വളരെയധികം താങ്ക്സ് ഉണ്ട്. പിന്നെന്താ, നിങ്ങളുടെയും ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണുന്നവരെ take care and thanks for watching.